ജേസൺ, സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായ ഒരു ഭൂമിയാണ്. അവിടെ വലിയ ആഘോഷങ്ങൾക്കിടമില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരമാവധി പകിട്ട് കുറച്ച് ആചാരങ്ങൾ മാത്രം നടപ്പിലാക്കി പൂരം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. സർക്കാർ തീരുമാനം അപ്പടി അനുസരിക്കുമെന്നുള്ളതായിരുന്നു ദേവസ്വങ്ങളുടെ ആദ്യ നിലപാടെങ്കിലും കുടമാറ്റത്തിൽ ഇത്തിരി കടുംപിടുത്തമുണ്ടായി. മാധു, മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കുടമാറ്റവും അതുപോലെ തന്നെ വെടിക്കെട്ടും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. സംബന്ധിച്ച ചർച്ചയായിരുന്നു ഇന്ന് പ്രധാനമായും നടന്നത്. 3 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ, കെ രാജൻ, ആർ ബിന്ദു, ഇവർ 3 പേരും ആദ്യം ദേവസ്വം ഭാരവാഹികളുമായി സംസാരിച്ചു. ഈ നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ കുടമാറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുടമാറ്റം നടത്താതിരിക്കാൻ കഴിയില്ല, സാങ്കേതികമായ ചില വിഷയങ്ങളുണ്ട് എന്നതായിരുന്നു ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് കുടമാറ്റം ചെറിയ തോതിൽ നടത്താൻ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കുടമാറ്റ ചടങ്ങ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായും തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആർഭാടമായ 2 ചടങ്ങുകളാണ്. ഒന്ന് വെടിക്കെട്ടും അതുപോലെ തന്നെ കുടമാറ്റവും. ഈ 2 ആർഭാട ചടങ്ങുകളും മാറ്റുക എന്നതായിരുന്നു പ്രധാനമായി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ചെറിയ തോതിൽ നാമമാത്രമായി കുടമാറ്റം നടത്താൻ നിശ്ചയിച്ചു. മറ്റെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായി നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇളഞ്ഞിത്തറ മേളവും മടത്തിൽ വരവും അതുപോലെ തന്നെ ഇരുദേവ ഭാഗവതിമാരുടെയും പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഉൾപ്പെടെയുള്ളവ, ചെറുപൂരങ്ങൾ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അതേപോലെ തന്നെ നടക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഏതായാലും ഇന്ന് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ നടന്ന ചർച്ചയിലാണ് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയത്. മുണ്ടത്തിക്കോട് ദുരന്തം ഇതിന്റെ ഇടയിൽ വലിയ രീതിയിൽ ആഘോഷം നടത്തുന്നത് പൊതുസമൂഹത്തിനിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിനുണ്ടായത്. എന്നാൽ വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് സർക്കാരും ദേവസ്വങ്ങളും എത്തുകയായിരുന്നു. മാധു, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. പൂർണ്ണമായും ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നുള്ളതുകൊണ്ട് കുടമാറ്റം മാറ്റിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത് ദേവസ്വങ്ങൾ. അതിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പരമാവധി പകിട്ട് കുറച്ച് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ പൂരം എന്നതായിരുന്നു സർക്കാർ നിലപാട്.